ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീക്ക്ലി മീൽ പ്രെപ്പിനെ കുറിച്ചായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് കണ്ട് നല്ല വ്യൂസും നല്ല റെസ്പോൺസും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ആ മീൽ പ്രെപ്പ് എല്ലാം യൂസ് ചെയ്തിട്ട് 1-2 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പോൾ രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. കാരണം എനിക്കിന്ന് ഇത്തിരി ഒരു ബിസി ഡേ ആണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നേരത്തെ ഞാൻ മീൽ പ്രെപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മദർ ഗ്രേവി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കടലക്കറി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ കുക്കറിലോട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ മദർ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രേവിയിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു റെസിപ്പിയിലോട്ട് മല്ലിപ്പൊടിയുടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലോട്ട് മദർ ഗ്രേവി ചേർത്ത് കൊടുത്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രം ഒന്ന് സോട്ടേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തലേദിവസം രാത്രി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് സോട്ടേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അത് ഞാൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യണേ. ഇപ്പം ഞാൻ അത് ചെയ്താലും ഈ ഒരു സമയത്തും കുറച്ച് എക്സ്ട്രാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ഒരു ഫോക്ക് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് അത് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയും നല്ലൊരു ക്രീമിനെസ് കിട്ടുകയും ചെയ്യും. ഒരു കടലക്കറി അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. തലേദിവസം രാത്രി തന്നെ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ തന്നെ മീൽ പ്രെപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഡിന്നറായിട്ടും എടുക്കുന്നത്. അവിയൽ പീസസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ അവിയലും പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പിന്നെ ഞാനിപ്പം ചോറ് വെച്ചു. മാരിനേറ്റ് ചെയ്ത് ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം മീൽ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ബിസി ഡേയ്സിലൊക്കെ 3 നേരത്തെ ഭക്ഷണവും 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മീൽ പ്ലാനിങ് ട്രൈ ചെയ്ത് നോക്കണേ.